ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ചില ഷെൽഫുകളൊക്കെ നമ്മൾ ഒതുക്കി വെക്കും. പിന്നീട് അവിടെയുള്ള ഐറ്റംസ് എടുക്കും വയ്ക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് വീണ്ടും ഒന്ന് വൃത്തിയാക്കി ഒതുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ചില സ്പേസ് ഉണ്ട്. കാരണം നമുക്ക് മടി വരുമ്പോൾ മിക്ക ദിവസം ചിലപ്പോൾ അത് മാറ്റി മാറ്റി വെക്കുന്ന ജോലിയായിരിക്കും. ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ജോലികളാണ് ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ടാസ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ലിസ്റ്റിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ എഴുതി വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഒതുക്കാൻ പോകുന്ന ഈ ഏരിയാസൊക്കെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഒതുക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പണികൾ ഇവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. പണികൾ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യുക, നമ്മുടെ ഫോണൊന്ന് അവിടെ നിന്ന് മാറ്റി വെക്കുക. ഫോണിൽ വല്ല പാട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ പാട്ട് കേൾക്കണതിൻ്റെ ഒപ്പം ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പണിയിൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും, നമ്മുടെ സമയം നഷ്ടപ്പെടും, നമ്മൾ ആ പണികൾ വേഗം തന്നെ ചെയ്ത് തീർക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ദിവസം ചെയ്യാം, ഫോണൊന്ന് മാറ്റി വെച്ച് പണികൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നേരം ഫോൺ നോക്കിയിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ഷെൽഫിൽ ഞാൻ ആദ്യം കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഇവിടെ നമുക്കിപ്പോൾ കുറച്ച് നാളായി അതേപോലെ സെയിം ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു റീഡിങ് കോർണർ പോലെ സെറ്റ് ചെയ്യാമെന്ന്. നമ്മുടെ വീട്ടിലുള്ള ചില സ്പേസൊക്കെ ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങനെ മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് വീടിനൊരു ഫ്രഷ്നെസ് വരിക. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിലേക്ക് എന്നും കാണുന്ന സ്പേസിനൊരു മാറ്റം വരികയും ചെയ്യും. അപ്പോൾ അവിടെ ആ ബുക്ക് ഷെൽഫിൻ്റെ ഉള്ളിൽ ഒരു പ്ലഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലഗിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയപ്പോൾ വേട്ടാളിനൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കവർ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഇലക്ട്രിക് സോക്കറ്റ് കവർ വാങ്ങാൻ കിട്ടും. ഇത് അതിന് മാത്രമല്ല കേട്ടോ, കൊച്ചു കുട്ടികളുടെ വീട്ടിൽ അവർ കൈയൊക്കെ പോയിട്ട് പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ ഇടും. അപ്പോൾ അത് നമുക്ക് തടയാനായിട്ട് ഈ ഒരു കവർ ഉപയോഗിക്കാം. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ കുറച്ച് ചെതലും വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ അടിച്ച് അവിടുന്ന് ചെറിയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഇലക്ട്രിക് സോക്കറ്റ് കവർ കുറേ ബ്രാൻഡിൻ്റെയൊക്കെ വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൽ 2 ടൈപ്പാണ് വരുന്നത്. ഒരെണ്ണം വലുതും ചെറുതും നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ചെറുത് വരുന്നത് സാധാരണ പ്ലഗുകളിൽ വെക്കുന്ന സോക്കറ്റ് കവറാണ്. വലുത് വരുന്നത് പവർ പ്ലഗിലേക്ക് വെക്കുന്നതാണ്. പവർ പ്ലഗ് എന്ന് വെച്ചാൽ സാധാരണ വാഷിംഗ് മെഷീൻ പോലെയുള്ള വലിയ അപ്ലയൻസസ് ഒക്കെ കുത്താനായിട്ട് പവർ പ്ലഗ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കവറാണ്. നമ്മുടെ ഇവിടെ ചെറുതാണ് ഇപ്പോൾ ആവശ്യം, അതുകൊണ്ട് ചെറുത് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും അതിൽ വേട്ടാളൻ കൂടുകൂട്ടേ ചെതൽ വരുമ്പോൾ ഒക്കെ നമുക്ക് തടയാനായിട്ട് സഹായിക്കും. മാത്രമല്ല ക്ലീനിങ് സമയത്തും ഇത് കവർ ചെയ്ത് വെക്കുന്നത് അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇത് അടച്ച് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റും ചെതലിൻ്റെ മരുന്ന് കുറച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ചെതൽ വന്നാൽ പുസ്തകങ്ങളും ഐറ്റംസൊക്കെ വെക്കുമ്പോൾ അതൊക്കെ ആകെ ബുദ്ധിമുട്ടാവും. നമ്മൾ തുടക്കമേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്താൽ അധികം ആവാതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട് ക്ലീനിങ്ങും ഒതുക്കലും മാത്രമല്ല, അതിൽ നമ്മൾ അത്യാവശ്യം മെയിൻ്റനൻസും റിപ്പയറും വേഗം വേഗം തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞാൻ ഷെൽഫിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ ബുക്സും അതോടൊപ്പം തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡെക്കോറും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് വായിക്കാൻ തോന്നിയാൽ ഈ ബുക്സ് എടുക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. കാണുന്ന രീതിയിൽ നമ്മുടെ ബുക്സ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്കതെടുത്ത് വായിക്കാനായിട്ടും തോന്നുക. ഞാനപ്പോൾ ഒരു കളർ കോർഡിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കളർ ഒരുപോലെയുള്ള ബുക്സൊക്കെ ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അടുത്ത നമ്മുടെ ക്ലീനിങ് ടാസ്കിൽ വരുന്നത് ഈ ഒരു സിങ്കിൻ്റെ താഴെയുള്ള ഷെൽഫ് ഒതുക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം നാളന്നെയായി ഒതുക്കിയിട്ടും ഒന്ന് വൃത്തിയാക്കിയിട്ടും ഒക്കെ. എടുക്കുന്ന ഐറ്റംസ് ഒക്കെ തിരിച്ചതിലേക്ക് വെക്കുന്നല്ലാതെ അത് അറേഞ്ച്മെൻ്റ് ഒക്കെ ആകെ പോയി കിടക്കുകയാണ്. നമ്മൾ കാര്യം എത്രയൊക്കെ ഒതുക്കിയാലും ചില ഏരിയ ഒക്കെ നമ്മൾ വിട്ടുപോകും ഒതുക്കാനും. പിന്നെ ഡെയിലി ബേസിൽ അത് മറന്നു പോകുന്ന, അതേപോലെ മടുപ്പ് തോന്നുന്ന ചില ഏരിയാസൊക്കെ ഉണ്ട്. അതിൽ പെട്ടതൊന്നാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആയി തന്നെ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി, പൊടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഷെൽഫിൻ്റെ ഉള്ളിലൊരു മെയിൻ പ്രോബ്ലം, സിങ്കിൻ്റെ താഴെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഈർപ്പം വരുന്ന ഒരു ഏരിയയാണ്. ഒരു നനവ് പോലെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഒരു സിങ്ക് വരുന്നത്. അതിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഈർപ്പം വരാനുള്ള സാധ്യതയുണ്ട് സിങ്കിൻ്റെ അടിയിലുള്ള ഷെൽഫുകളിൽ. അപ്പോൾ നമ്മളെപ്പോഴും സിങ്കിൻ്റെ ഈ ഒരു വാതിൽ വെക്കുന്ന സമയത്ത് അതിന് ഹോൾസ് പോലെ ഉള്ള മോഡൽ ഗ്രില്ല് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, നിങ്ങൾക്ക് വാതിൽമ കാണാം ഒരു സിൽവർ കളർ ഇത്. അതിൽ കൂടെ എയർ പാസ് വരുമ്പോൾ അത്യാവശ്യം ഈർപ്പം കുറഞ്ഞു കിട്ടും. എന്നാലും ഈർപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വെക്കുന്ന ഐറ്റംസും ഒക്കെ ഇങ്ങനെ ഒരു കറുത്ത കുത്തുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വൃത്തിയാക്കാൻ വേണം. മാത്രമല്ല ഈ ഒരു ഷെൽഫ് കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കാൻ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഉള്ളിൽ വാൾപേപ്പർ ആ ചുമരുകൾ ഒട്ടിച്ചു കൊടുത്താൽ കറുത്ത കളറിലുള്ള ചുമരിൽ വരുന്ന അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. കാണാനൊരു വൃത്തിയും തോന്നും. അപ്പോൾ വാൾപേപ്പർ ചുമരുമ്പോൾ ഞാൻ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും കവറുകൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഷെൽഫ് ലൈനറിന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ പാക്കറ്റുകൾ കിട്ടുന്നത് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ന്യൂസ് പേപ്പർ ഇടുമ്പോൾ ഒരു ഈർപ്പം വരുമ്പോൾ ഒരു നനവ് പോലെ വരും. പിന്നെ ഈ ഷെൽഫുകളിൽ പാറ്റകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ തന്നെ ഇട്ടത്. പേപ്പറും കാർഡ്ബോർഡൊക്കെ വെക്കുമ്പോൾ പാറ്റ വരാനുള്ള സാധ്യത ഒന്നും കൂടി കൂടും. ഇതിൽ വെച്ചിരുന്ന ട്രേകളെല്ലാം തന്നെ ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ്. ഈ ട്രേകളിലാണ് ക്ലീനിങ് ഐറ്റംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പാറ്റ വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പാറ്റ ഗുളികയോ അല്ലെങ്കിൽ ഹിറ്റ് വാങ്ങി ഒന്ന് സ്പ്രേ ചെയ്ത ഷെൽഫിൽ ഇടുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ ഓരോ ട്രേകളും തുടച്ചിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈനർ പോലെ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിതിൽ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന സമയത്ത് അതിൽ നിന്നും ആ ലിക്വിഡ് ഒലിച്ചൊക്കെ ലീക്കായി പിന്നെ അതിലൊക്കെ പാത്രത്തിൽ പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ വെക്കാത്തതുകൊണ്ട് തന്നെ ഈ പാത്രം ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി, നന്നായിട്ട് അഴുക്ക് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് കവർ ഇട്ടിരുന്നെങ്കിൽ ആ കവർ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ഒതുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ ക്ലീനിങ് സൊല്യൂഷൻസ് അല്ലാതും ഓരോ ട്രേകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാത്രം കഴുകുന്ന സ്ക്രബ്ബറുകൾ ഡാമേജ് ആയി കഴിയുമ്പോൾ ഞാനത് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇത് ഓരോന്നും നമുക്ക് ഉപയോഗിച്ച് പിന്നീട് അത് നമുക്ക് കളയുകയും ചെയ്യാം. കാരണം വല്ലാതെ അഴുക്കാവുന്ന ചില ഏരിയകളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇതുപോലെ സ്ക്രബ്ബർ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ പഴയ ടൂത്ത് ബ്രഷുകളും പലപ്പോഴും ക്ലീനിങ് സമയത്ത് നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഈ ഒരു ട്രേകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് തിരിച്ച് വെക്കാം. ഞങ്ങൾ സാധാരണ ഹാൻഡ് വാഷ് ഇങ്ങനത്തെ വലിയ ബോട്ടിൽ ആമസോണിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നത്. കാരണം അത് നമുക്ക് വില കുറവാണ്, മാത്രമല്ല നല്ല ക്വാണ്ടിറ്റിയും കിട്ടുകയും ചെയ്യും. ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലുകൾ ഞാൻ കിട്ടുന്നതൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഗ്ലാസ് ക്ലീനറിൻ്റെ ആയാലും എന്തിൻ്റെ ഒക്കെ ആയാലും നമുക്കിത് പല പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. പല ടൈപ്പ് ക്ലീനറുകൾ ഉണ്ടാക്കുമ്പോൾ വെക്കാം. അതുപോലെ തന്നെ ചെടികൾക്ക് മരുന്നടിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ഉള്ള സ്പ്രേ ബോട്ടിൽസ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത ട്രേകളെല്ലാം തന്നെ ഒതുക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ അവിടെയുള്ള ഈ ഒരു ഷെൽഫാണ്. ഇവിടെ വലിയ കാര്യമായിട്ട് ഒതുക്കാനായിട്ട് വലിയ ഭാഗ്യത്തിന്. സാധാരണ ഈ ഷെൽഫ് വല്ലാതെ മെസ്സിയാവുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഒതുക്കി വെച്ചത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മാഗസീൻസ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടേബിൾ മാറ്റ്, ടേബിൾ ഷീറ്റ് ഇതെല്ലാം തന്നെ ഡൈനിങ് ഏരിയ അടുത്തുള്ള ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒതുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു റൂമിൽ നമ്മൾ ആ ഇരിക്കുന്ന സ്പേസ്, ലിവിങ് ഏരിയ ആയാലും ഡൈനിങ് ഏരിയ ആയാലും അവിടെ ഉപയോഗിക്കുന്ന ഐറ്റംസ് അവിടെയുള്ള ഷെൽഫുകളിൽ ഒതുക്കി വെക്കുക. അല്ലാതെ ഈ മാറ്റും അതുപോലെ തന്നെ ടേബിൾ ഷീറ്റും ഒക്കെ നമ്മുടെ ബെഡ്റൂമിൽ ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റുകളുടെ കൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇവിടെ ഷെൽഫ് ഉണ്ടെങ്കിൽ ഇവിടെ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാവും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ടേബിൾ ഷീറ്റ്, ടേബിൾ മാറ്റുകൾ, സോഫയുമ്പോൾ ഞാൻ ചില തുണികൾ വിരിക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാം തന്നെ ഇവിടെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റീഓർഗനൈസ് ചെയ്തെല്ലാം തന്നെ അങ്ങോട്ട് വെക്കുകയാണ്.
അതുപോലെ തന്നെ മാഗസീൻസ്, ടെലിഫോൺ ഡയറക്ടറി ഇങ്ങനെയുള്ള പുസ്തകങ്ങളും ഈ ഒരു ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇത് വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ബുക്സൊക്കെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഈ ഷെൽഫുകൾ ഇടയ്ക്ക് ഒതുക്കുന്നതിൻ്റെ ഒരു കാരണവും അതാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത പല ഐറ്റംസ്, നമുക്ക് നാളുകളായിട്ട് എടുക്കാത്ത ഐറ്റംസൊക്കെ വെച്ച് നമ്മൾ ഷെൽഫ് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ വാങ്ങുന്ന പുതിയ ഐറ്റംസോ വരുന്ന മാഗസീൻസോ വെക്കാനൊന്നും നമുക്ക് സ്ഥലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കൊന്ന് നമ്മൾ റീഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പഴയ കലണ്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വിരിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ ഐറ്റംസും തിരിച്ചു വെക്കാം. വീട് നമ്മളിങ്ങനെ ഒതുക്കുന്ന സമയത്ത് എനിക്കും ചേട്ടനും ഒരുപോലെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും കുറച്ച് ഐറ്റംസൊക്കെ പഴയതായി കഴിയുമ്പോൾ നമ്മൾ അത് മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമ്മളിങ്ങനെ കലണ്ടർ, പഴയ ബോട്ടിൽസ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, ഇനി ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പലപ്പോഴും അത് കളയാൻ സങ്കടം കേട്ടോ. കാരണം നമ്മൾ ആ ഐറ്റംസൊക്കെ കളഞ്ഞു കഴിയുമ്പോഴാവും ആ ഒരു ഐറ്റം നമുക്ക് പിന്നീട് ആവശ്യം വരിക. ചിലപ്പോൾ പഴയ പല ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കാട്ടി കളയുമ്പോഴാവും നമുക്ക് ആ ബോട്ടിലുകൾ ആവശ്യമുള്ള സമയത്ത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ കലണ്ടറും അതുപോലെ തന്നെ കവറുകൾ, ബോട്ടിൽസ് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ സ്ഥലം പോകുന്നൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും അത് വൃത്തികേടാവുകയും ചെയ്യും. പക്ഷെ അത് കളയാനും തോന്നില്ല, കാരണം ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പലപ്പോഴും നമ്മുടെ വീട് അലങ്കോല ആവണത് ഇങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുമ്പോഴാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. എന്നാൽ പോലും അത് കളയാനൊരു സങ്കടം, കാരണം വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഈ പല പല ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഷെൽഫെല്ലാം തന്നെ തുടച്ച് ഒക്കെ വൃത്തിയാക്കി ഈ ഒരു വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി. അടുത്തത് നമ്മൾ ടി വി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഷെൽഫാണ് ഒതുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കുറച്ച് എളുപ്പമുള്ളൊരു ജോലിയായിരിക്കണം കേട്ടോ. അത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യത്തെ ജോലി ചെയ്യാൻ നമുക്ക് നല്ല മടിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പമുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് കുറച്ചും കൂടി ടഫുള്ളത് എടുക്കുക. അങ്ങനെ നമ്മൾ ഒതുക്കാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ചെയ്യാനായിട്ട് തോന്നുള്ള ജോലി. ഇല്ലയെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതോടുകൂടി മടിയായിട്ട് നമ്മൾ അടുത്തൊന്നും തന്നെ ചെയ്യില്ല. അതുകൊണ്ട് ടാസ്ക് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈസി ആയിട്ടുള്ളത് ആദ്യം വെക്കുക. ക്ലീനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, എനിക്ക് തുടങ്ങുന്ന നേരത്തെ നല്ല മടിയായിരിക്കും. പക്ഷേ ചെയ്ത് വന്ന് പകുതി എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നിർത്താൻ തോന്നില്ല. നമ്മൾ അടുത്തൊരു പണി പിന്നെ ഉണ്ടാക്കും. പിന്നെ ചേട്ടൻ വന്ന് പറയണം ഒന്ന് നിർത്തുമോ എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് തുടങ്ങുമ്പോൾ ആ ഒരു മടി കുറച്ച് കഴിയുമ്പോൾ മാറി വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഷെൽഫിൽ നിന്ന് ഓരോ ഐറ്റംസ് ഒതുക്കുന്ന സമയത്ത് ചില ഐറ്റംസ് ഇപ്പോഴാണ് കാണുന്നത്, എവിടെ ഇരുന്നിരുന്നതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. ഷെൽഫ് തുറക്കണ സമയത്ത് അത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ട് ഐറ്റംസൊക്കെ ഓരോന്നെടുത്ത് ഞാൻ നോക്കി ചിലപ്പോൾ പലപ്പോഴും നേരം വെറുതെ കളയാറുണ്ട് കേട്ടോ ഞാനിവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഈ ഒരു ഷെൽഫിൽ പ്രെയർ ഏരിയയിലേക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. കുറച്ച് അധികം വരുന്ന ബുക്സൊക്കെ നമ്മളെപ്പോഴും എടുക്കുന്ന ഒന്നല്ല. പിന്നെ ഇത് നമുക്ക് ഊത് കത്തിക്കുന്നൊരു മെഷീനാണ് കേട്ടോ. നമ്മളിതിൽ വെച്ചിട്ട് ഊതുണ്ടല്ലോ, കത്തിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ്. പിന്നെ ഇവിടുത്തെ നമ്മൾ പ്രെയർ ഏരിയയിലൊക്കെ പൂക്കളൊക്കെ ചിലപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ട് പേപ്പർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും എടുക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ ഈ ബുക്സും ഇതെല്ലാം തന്നെ ഈ ഒരു ഷെൽഫിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് ഏരിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ്, ലിവിങ് ഏരിയയിൽ എന്തൊക്കെയുള്ളത് അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് നമ്മൾ ഈ ഷെൽഫുകളിൽ വെക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇതെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും ഈ ഐറ്റംസ് എവിടെ ഇരിക്കണേന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അമ്മമാർ ചെന്നാലാണ് ഓരോ ഐറ്റംസ് കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് പലപ്പോഴും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മുടെ മക്കളെ കൊണ്ട് ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ അവരെ കൊണ്ട് ഇടിപ്പിക്കുക. എടുത്തെടുത്ത് വരുമ്പോൾ അവർക്കും അറിയും ഇന്നൊരു ഐറ്റം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എവിടെ പോയി അത് എടുക്കണമെന്ന്. അത് ഞാൻ ചെറുപ്പം മുതലേ ഇവരെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരാൻ പറഞ്ഞാൽ പരമാവധി അവരത് എടുത്തു കൊണ്ടുവരും. അതാരായാലും എടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കും. അപ്പം നമുക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ CD ആണ് കേട്ടോ. അതിൽ നിങ്ങളുടെ ഫോട്ടോയൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഒതുക്കുന്ന സമയത്ത് പലപ്പോഴും പഴയ മെമ്മറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മളവിടെ സ്റ്റക്കാവും. പിന്നെ ആ പണി ചെയ്യുന്നത് മറന്നിട്ട് അത് നോക്കി ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഇരുന്ന് പോകാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്ന ഷെർലോക്ക് ഹോംസിൻ്റെ ഫുൾ കഥകളുള്ള ബുക്കാണ്, ഡിറ്റക്റ്റീവ് നോവലാണ് ഫുള്ളും. അപ്പോൾ ഇത് മുഴുവനും ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് എനിക്ക് വൈകുന്നേരങ്ങളിൽ ഇതിരുന്ന് വായിക്കലൊരു ഹോബിയായിരുന്നു. അവസാനം ഉറക്കം വരാതെ ഞാൻ അങ്ങനെ പേടിച്ചിരിക്കും. കാരണം അതങ്ങനെ വായിക്കുമ്പോൾ ആ കഥയിലേക്ക് ഇങ്ങനെ എത്തിയൊരു ഫീല് നമുക്ക് കിട്ടും.
അപ്പോൾ നമുക്കിനി സി ഡിയും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. സി ഡി ഒന്നും ഇപ്പോൾ തീരെ എടുക്കാറില്ല, കാണാറ് പോലും ഇല്ല. വല്ലപ്പോഴും ഒക്കെ ഒന്ന് തോന്നിയാൽ പഴയ സി ഡീസൊക്കെ എടുത്തൊന്ന് കാണും. എന്നാലും ഇപ്പോൾ പലപ്പോഴും യൂട്യൂബും അങ്ങനെയുള്ള പല മീഡിയാസ് വന്നതോടുകൂടി ഇതൊന്നും കാണാൻ ഇൻട്രസ്റ്റ് പലപ്പോഴും തോന്നാറില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം തന്നെ എടുത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ ഒരു ബാഗിൻ്റെ ഉള്ളിലാണ് എല്ലാ കേബിൾസ്, ടി വിയിൽ വെക്കുന്ന കേബിൾസ് അങ്ങനെയുള്ള എല്ലാം തന്നെ ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ ടി വിയുടെ തൊട്ട് താഴെ ഷെൽഫിൽ വെച്ചാൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ഈ ഒരു ഷെൽഫും ഒതുക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് ഞാൻ ഒതുക്കാൻ പോകുന്നത് ഈ ഷൂ വെച്ചിരിക്കുന്ന ഈ ഒരു അലമാരയാണ് കേട്ടോ. ഷൂസ് എല്ലാം വെക്കാനായിട്ട് ഇങ്ങനെ ഒരു അലമാരയാണ്. അപ്പോൾ അതിൽ അധികം എയർ പാസ് ഇല്ല. അതുകൊണ്ട് തന്നെ മഴക്കാലം വരുമ്പോൾ ഒരു പ്രശ്നം, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ള കളറിൽ പൂപ്പൽ ഇങ്ങനെ വരും. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇത് തുടച്ചൊന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിലിരിക്കുന്ന ചെരുപ്പുകളും നാശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെരുപ്പുകളെല്ലാം തന്നെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ചില ചെരുപ്പുകൾ നമ്മൾ ആദ്യമൊക്കെ ഞാൻ വാങ്ങുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണോ എന്ന് അങ്ങനെ അങ്ങോട്ട് ചെക്ക് ചെയ്യില്ല. വാങ്ങി വീട്ടിൽ വന്ന് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴാവും അത് ഒട്ടും തന്നെ ഒരു കംഫർട്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെയും. പക്ഷേ ഇപ്പോൾ ചെരുപ്പുകൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കി നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ കുറച്ച് വില വരികയായിരിക്കും, പക്ഷേ നമ്മളത് ഒരുപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ അതുപോലെ കംഫർട്ടബിൾ അല്ലാത്ത ചെരുപ്പ് എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അത് നമ്മൾ കളയേണ്ടി വരും, ആ പൈസയും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് കാലിന് സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന മോഡൽ ചെരുപ്പാണ് ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ടീനേജറൊക്കെ ആയിരുന്ന സമയത്ത് ഹീൽസും അതുപോലെ അങ്ങനെയുള്ള സ്റ്റൈലിഷ് ചെരുപ്പൊക്കെ വേദന സഹിച്ചിട്ടായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു പ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കതൊട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ ഈർപ്പം തടയാനായിട്ട് ഞാൻ WD-40 ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഫുള്ളായിട്ടും എല്ലാ മുക്കും മൂലയും വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഈ ഷെൽഫ് മൊത്തത്തിൽ ആ വെള്ള കളറിലുള്ള ആ ഒരു പൂപ്പൽ പൊടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വരാതിരിക്കാൻ തടയാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം അതിൽ പരമാവധി ഈർപ്പം കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ച് തുടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് വെച്ച് സ്പ്രേ ചെയ്ത് തുടയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് വെച്ചിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് പഴയ ഒരു തിളക്കത്തോട് കൂടി തന്നെ ഷെൽഫ് ഇരിക്കുകയും ചെയ്യും. അതിൽ ഇങ്ങനെ ഒരു വെള്ള കളറിൽ ഇങ്ങനെ ചിലപ്പോൾ മരത്തിൻ്റെ ഷെൽഫുമ്പോൾ കാണാം. പിന്നെ അത് വെറുതെ വെള്ളം കൊണ്ട് തുടച്ചാലൊന്നും പോവില്ല. പക്ഷെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അത് പറ്റാവുന്നതും പോവാറുണ്ട്. ചെരുപ്പുകൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഷെൽഫിൽ വെക്കുമ്പോൾ ഈർപ്പം വരുമ്പോൾ ഒരു പ്രശ്നം, വെള്ള കളറിൽ കുത്തുകൾ വരും. പിന്നെ കുറേ ഇരുന്ന് കഴിയുമ്പോൾ അത് കേട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തുണിയിലേക്ക് WD-40 സ്പ്രേ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളും. ഇനി ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ തിരികെ വെക്കണമെങ്കിൽ വെക്കാം, ഷൂവിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ വെക്കാത്തതിൻ്റെ കാരണം പാറ്റിയൊക്കെ വരും ഷെൽഫിൽ പേപ്പറും കാർഡ്ബോർഡൊക്കെ വെക്കുമ്പോൾ. പരമാവധി ഞാൻ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ ചെരുപ്പുകൾ നമ്മൾ ചിലപ്പോൾ പാർട്ടി വരെ ചെരുപ്പൊക്കെ വല്ലപ്പോഴും നമ്മൾ ഫംഗ്ഷൻ വരുമ്പോഴല്ലേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ വെക്കരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അതും കൂടി ഒന്ന് ഇട്ടിട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ തീരെ എടുക്കാതാകുമ്പോൾ അതിൽ ഇരുന്ന് ഇങ്ങനെ വളരില്ലാതെ ഹാർഡായി പോയിട്ട് പിന്നീട് അത് ഇടുന്ന സമയത്ത് അത് നാശമായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള 2-3 ചെരുപ്പുകളുണ്ടെങ്കിൽ അതൊന്ന് മാറി മാറി നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തീരെ നമുക്ക് കംഫർട്ടില്ലാത്ത ചെരുപ്പ് നമ്മൾ അതിൽ വെക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അത് എടുത്ത് അതിൽ നിന്ന് മാറ്റുക എന്താ വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പുകളെല്ലാം തന്നെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെറിയൊരു മോട്ടിവേഷനെങ്കിലും നൽകിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ബോക്സിൽ പറയാം, ഈ ഏരിയ ഇനി ഒതുക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.